ഹലോ, ക്യാം ഡോക്ടറിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ ഒരു പോർട്ടബിൾ DVD, സോണിയുടെ പോർട്ടബിൾ DVDയുടെ ഒരു സ്ക്രീൻ മാറ്റി വെക്കുന്നത് സംബന്ധമായിട്ടാണ്. നോർമലി വലിയ തെറ്റൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. ഇതിന് വലിയ കേടുപാടുകളൊന്നും വരാറില്ല. പിന്നെ സ്ക്രീനിൻ്റെ ബാക്ക് ലൈറ്റ് പോയി, അതുകൊണ്ട് തന്നെ അത് മാറ്റിയിടേണ്ടി വന്നു. ദുബായിൽ 75 ദിറംസ് വിലയുള്ള സാധനമാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഈ 4 ഭാഗത്തായിട്ട് ഇതിൻ്റെ മേലുള്ള ഈ സ്ക്രൂകൾ അഴിക്കണം. സ്ക്രീനിൻ്റെ ഭാഗത്തുള്ള അടിഭാഗത്തുള്ള മെഷീനൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ അത് അഴിക്കുന്നതോടുകൂടി USB ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മോഡലാണിത്. DVP-FX 850 ഇതിൻ്റെ മോഡൽ നമ്പർ. ഇതിപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ആണ്. ഇത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നൊരു മോഡലാണ്. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് TV-ക്ക് ഡയറക്റ്റ് കൊടുക്കാം, AV, അതുപോലെ തന്നെ ഓഡിയോ നല്ല ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം അതൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന ഇതാണ് ഇതിൻ്റെ ബാക്കിൽ, ഇതിൻ്റെ അടിഭാഗത്ത് കാണുന്ന ഇത് ബാറ്ററിയാണ്. ഇതിൻ്റെ 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് കാറിലും മറ്റും വെക്കാൻ പറ്റും. ഈ ഇപ്പോഴത്തെ പുതിയ കാറിൽ ഇതിൻ്റെ ആവശ്യമില്ല എങ്കിലും നേരത്തെയുള്ള കാറിലൊക്കെ ഇത്തരത്തിലുള്ള DVD പ്ലെയറുകൾ ആളുകൾ വെക്കാറുണ്ട്. ഇതിൻ്റെ ബാറ്ററിയാണ് അഴിച്ച് വെച്ചത്. പിന്നെ സൈഡിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് നമുക്കിപ്പോൾ ഇതിൻ്റെ മോണിറ്ററിൻ്റെ ഭാഗം മാത്രമേ അഴിക്കേണ്ടതായിട്ടുള്ളൂ. അതിനു വേണ്ടി ഒരു 8 സ്ക്രൂകളാണ് അഴിച്ചെടുക്കേണ്ടത്. കാണുന്ന ആ പോയിൻ്റ് 2 സൈഡിലായിട്ട് ചെറിയ സ്ക്വയറായിട്ടുള്ള 2 അടപ്പ് കാണും. അടപ്പ് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ആണ്. ചെറിയ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, വാച്ച് മേക്കർ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഴിച്ചെടുക്കാം. അത് 4 സ്ക്രൂ അഴിച്ച്, അപ്പോൾ പിന്നെ മോൾ ഭാഗത്തുള്ള ആ ടോപ്പ് പ്ലേറ്റ് ഇളക്കിയെടുക്കാം. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് അതിൻ്റെ സ്ക്രൂ അഴിക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ രണ്ടും 4 എണ്ണം ഉണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള കവർ ഇളക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ഇളക്കിയെടുക്കാം, ഇല്ലെങ്കിൽ ഓപ്പണർ ഉപയോഗിച്ചാൽ പറ്റും. ഓപ്പണർ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഓപ്പണർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്ക്രാച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പ്രകാരം ഈ ബാക്ക് കവർ ഇളക്കി എടുത്തപ്പോഴാണ് ഈ സ്റ്റീൽ പ്ലേറ്റ് കാണാം. സ്റ്റീൽ പ്ലേറ്റിന് ഉള്ള സ്ക്രൂകൾ ഇളക്കണം. കൂടാതെ അതിൻ്റെ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിലുള്ള സ്ക്രൂകളെല്ലാം ഇളക്കണം. പിന്നെ ഹിഞ്ചസിൻ്റെ 4 വലിയ സ്ക്രൂ ഇളക്കണം. അത് ഒക്കെ ഇളക്കി കഴിഞ്ഞാൽ ആ പ്ലേറ്റ് മേൽപോട്ട് വരും. ഇപ്പോൾ പ്ലേറ്റ് ഇളക്കിയെടുത്തു. അതിന് സ്ക്രീനിങ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ക്രീന് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ചിത്രം ശ്രദ്ധിക്കുക.
ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ പുതിയ ഒരു സ്ക്രീൻ ഫിക്സ് ചെയ്യുകയാണ്. സ്ക്രീൻ ഫിക്സിങ് ഇത്ര മാത്രമേ ഉള്ളൂ, കോംപ്ലിക്കേഷനൊന്നുമില്ല. അത് ശരിക്കും സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള പ്ലേറ്റ് ശ്രദ്ധയോടുകൂടി വെക്കുക. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിത്രത്തിൽ കാണുന്ന 2 റിബൺ കേബിൾ കണക്ടറുണ്ട്, അത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം. അതുകൂടാതെ ഈ ബാക്ക് ലൈറ്റിൻ്റെ കേബിള് അതിനിടയിൽ ഞെരുങ്ങി പോകാതെ അതിനെ ഒതുക്കി വെക്കണം. ഈ കാണുന്നത് ബാറ്ററിയുടെ കോണ്ടാക്റ്റ് ആണ്. ബാറ്ററി വെക്കുമ്പോൾ ആ ഗ്യാപ്പിന് അനുസരിച്ചിട്ട് ബാറ്ററി അങ്ങോട്ട് വെച്ച് സ്ലൈഡ് ചെയ്താൽ, സൈഡിലേക്ക് സ്ലൈഡ് ചെയ്താൽ ലോക്കായിടും. കൃത്യമായി ലോക്കായി കഴിഞ്ഞാൽ പവർ ഓൺ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഫിക്സ് ചെയ്തു. നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററിയിൽ ചാർജില്ല, ദീർഘനാൾ ഉപയോഗിക്കാതെ വെച്ച കാരണം ചാർജില്ല. അപ്പം ചാർജർ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ വർക്ക് കഴിഞ്ഞു. ഇതിൻ്റെ ടോപ്പ് ഫിക്സ് ചെയ്തു. അതിൻ്റെ സ്ക്രൂ ചെയ്യുകയാണ്. എല്ലാ ഭാഗത്തുമുള്ള സ്ക്രൂ ചെയ്ത ശേഷം സ്ക്രൂവിൻ്റെ മേലെ വരുന്ന ലിഡ് ചെറിയ അടപ്പുണ്ട് സ്ക്വയറായിട്ടുള്ള, അതവിടെ ഒരു സെൽഫ് അഡസീവ്, അതിൻ്റെ മേലെ തന്നെ ഒരുതരം സ്റ്റിക്കി ആയിട്ടുള്ള പശയുണ്ട്, അത് വെച്ച് അമർത്തിയാൽ മതിയാകും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.